ഹലോ, വെൽക്കം ബാക്ക് ടു ലിറ്റിൽ ക്ലേ ആർട്ടിസ്റ്റ്. ഇന്ന് നമ്മുടെ ലിറ്റിൽ ക്ലേ ആർട്ടിസ്റ്റേ ഭയങ്കര സന്തോഷത്തിലാണേ. പാട്ടൊക്കെ പാടിയാണ് ഉണ്ടാക്കുന്നത്. ദേ ആ മുഖത്തെ എക്സ്പ്രഷൻ ഒന്ന് നോക്കിയേ. എന്തോ വലിയ സംഭവമാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. കണ്ടിട്ട് മുതൽ തന്നെയാണെന്നാ തോന്നുന്നത്. മോനെ, യൂട്യൂബിലെ എംസ് ഓട്സ് വർക്ക് എന്നും പറഞ്ഞുകൊണ്ട് ഒരു ക്ലേ ആർട്ട് ചാനൽ ഭയങ്കര ഇഷ്ടമാണേ. ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ചാനലാണ് കേട്ടോ. അതിലെ ആൾ ഉണ്ടാക്കുന്ന കണ്ടു കഴിഞ്ഞാൽ എന്ത് സൂപ്പറാണെന്നറിയാമോ. അതിനെ ഇമിറ്റേറ്റ് ചെയ്ത് ഉണ്ടാക്കലാണ് സാറിൻ്റെ പ്രധാന പരിപാടി ഇപ്പോൾ. അപ്പോൾ നമുക്ക് ബാക്കി ഉണ്ടാക്കുന്നത് കാണാവേ. നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ ഈ കളറിലെ ക്ലേ എവിടുന്നായി മേടിച്ചതെന്ന്? ശരിക്കുള്ള ക്ലേ ആണോ എന്ന് വിചാരിച്ചിട്ടില്ലേ? വെറുതെയാ. ദാ ആ ബോക്സിലിരിക്കുന്ന പല കളറിലെ ക്ലേ ഇല്ലേ, അത് ഞങ്ങൾ ഉണ്ടാക്കി എടുക്കാൻ പറ്റാത്ത പാകത്തിലായി കഴിയുമ്പോൾ ദാ ഈ കളറായിട്ട് മാറുന്നതാട്ടോ. പിന്നെ ഞങ്ങൾ ടെറർ സാധനമൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ ക്ലേ തന്നെ അങ്ങ് ഉപയോഗിക്കും. എങ്ങനെയുണ്ട്? അതിനിടയ്ക്ക് നമ്മുടെ കല്യാണിക്കുട്ടി ഇവിടെ എന്തോ ഉണ്ടാക്കാൻ തുടങ്ങുന്നുണ്ട് കേട്ടോ. എന്തോ ആണെന്ന് നമുക്ക് പിന്നെ നോക്കാവേ. മുതലയുടെ ലാസ്റ്റ് കാല് വെക്കുക കേട്ടോ. പണി ഏതാണ്ട് തീർന്നെന്നാ തോന്നുന്നേ. അയ്യോ, ഇതെവിടെ കൊണ്ടുപോകുന്നു? പണി തീർന്നിട്ടില്ല ഗായ്സ്, തുടങ്ങുന്നതേ ഉള്ളൂ. ഇത് നേരത്തെ ഉണ്ടാക്കി വെച്ച മീനാ കേട്ടോ. മീനെ പിടിക്കുന്ന മുതല അതാണ് ഉണ്ടാക്കിയത്. അതുമാത്രമല്ലെന്നേ, ആ ചേട്ടനെ കാടിൻ്റെയും പടലിൻ്റെയും ഒക്കെ ഇടയിൽ ഒളിച്ചിരുന്നിട്ട് മീൻ കൂട്ടം വരുമ്പോൾ ചാടി പിടിക്കുന്ന മുതലയാണ് ഉണ്ടാക്കിയത്. അതുകൊണ്ട് എനിക്കും അതൊക്കെ ഉണ്ടാക്കണമെന്ന് പറഞ്ഞ് ചേച്ചിയും കൂടി സഹായത്തിന് വിളിച്ചിട്ട് കാടും പടലൊക്കെ ഉണ്ടാക്കുക കേട്ടോ നമ്മുടെ തെന്നാലിക്കുട്ടൻ. ഇതായിരുന്നു അപ്പം നമ്മുടെ ഗാന്ധിജി സ്വപ്നം കണ്ട കിനാശ്ശേരി. എങ്ങനെയുണ്ട്? അപ്പോൾ എങ്ങനെയുണ്ട് കൂട്ടുകാരെ നമ്മുടെ തെന്നാലിക്കുട്ടൻ ഉണ്ടാക്കിയ മീനെ പിടിക്കുന്ന മുതല? ഇഷ്ടപ്പെട്ടോ എല്ലാവർക്കും? ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലൈക്കും കമൻറ്റും ഷെയറും ഒക്കെ ചെയ്ത് സബ്സ്ക്രൈബും ചെയ്ത് ഞങ്ങളുടെ കുഞ്ഞിച്ചക്കനെ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണം കേട്ടോ. അപ്പോൾ ഇനിയും കാണുന്നത് വരെ ടാറ്റാ.